അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു. നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു. അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു. നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു. കളിക്കുന്ന മാലാഖ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങളും ചേരുന്നു. ഉണ്ണീശോയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആനന്ദഗീതങ്ങൾ പാടുന്നു. തുള്ളിക്കളിക്കുന്ന മാലാഖ കുഞ്ഞുങ്ങളോടൊപ്പം ഞങ്ങളും ചേരുന്നു. ഉണ്ണീശോയുടെ കൈകൾ പിടിച്ചുകൊണ്ട് ആനന്ദഗീതങ്ങൾ പാടുന്നു. അമ്മേ അമ്മേ അമ്മയ്ക്കരികെ അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു. നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു. അമ്മേ അമ്മേ അമ്മയ്ക്കരികെ കുഞ്ഞുങ്ങൾ ഞങ്ങൾ കൂടുന്നു. നന്മ നിറഞ്ഞവളെ മരിയെ മംഗളഗീതങ്ങൾ പാടുന്നു. നിങ്ങൾ ശിശുക്കളെ പോലെയാകുവിൻ, ഈശോ നമ്മോട് ആഹ്വാനം ചെയ്തു. സ്നേഹഹൃദയങ്ങളെ, ശിശു സഹജമായ മനസ്സോടെ വ്യാപരിക്കുവാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ അതൊരു വലിയ നേട്ടം തന്നെയാണ്. അതിന് സാധ്യമാകണമെങ്കിൽ ഈശോയെ ജ്ഞാനത്തിലും പ്രായത്തിലും വളർത്തിയ ആ നല്ല അമ്മയുടെ സാമീപ്യം നമുക്ക് ആവശ്യമാണ്. നിഷ്കളങ്കമായ മനസ്സോടെ, ശിശു സഹജമായ പ്രത്യാശയോടെ എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ എന്ന് വിളിച്ച് അമ്മയുടെ കരങ്ങൾ പിടിക്കുവാൻ, അമ്മയോട് ഒന്നു ചേരുവാൻ നമുക്കാകണം. കാർമൽ ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുകയാണ്. അമ്മേ അമ്മേ, അമ്മയുടെ നിർമ്മല സ്നേഹത്തിൽ എന്നെയും ചേർക്കണമേ. അമ്മയുടെ വിമല ഹൃദയത്തിൽ എനിക്കിടം തരണേ. അമ്മയെ സ്നേഹിച്ചു വണങ്ങി നമുക്ക് ഗാനപ്രകീർത്തനങ്ങൾ ഈശോയ്ക്ക് സമർപ്പിക്കാം. ഒന്നു ചേരാം, പാടാം. അമലോത്ഭവയാം നാഥേ, അടിയങ്ങൾക്കെന്നും ആയേ. അമലോത്ഭവയാം നാഥേ, അടിയങ്ങൾക്കെന്നും തായേ. ഇരുൾ വീഴുമെൻ വഴിത്താരയിലെന്നും ദീപം തെളിക്കുന്നൊരമ്മേ, സ്നേഹം നിറയ്ക്കുന്നൊരമ്മേ.
സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. അമ്മേ എന്നു വിളിക്കുമ്പോൾ അലിവോടെ നീയതു കേൾക്കുന്നു. ആശ്വാസമില്ലാതലയുമ്പോൾ അരികിലായി നീ അണഞ്ഞിടുന്നു. അമ്മേ എന്നു വിളിക്കുമ്പോൾ അലിവോടെ നീയതു കേൾക്കുന്നു. ആശ്വാസമില്ലാതലയുമ്പോൾ അരികിലായി നീ അണഞ്ഞിടുന്നു. ഓമനയായി കൺമണിയായി എന്നെ മാറോടു ചേർക്കുന്നു. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. സഹനങ്ങളാൽ മനം തകരുമ്പോൾ തണലായി നീ തുണയേകുന്നു. പ്രിയരെല്ലാം എന്നെ പിരിയുമ്പോൾ താങ്ങായി നീ കൂടെ നിൽക്കുന്നു. സഹനങ്ങളാൽ മനം തകരുമ്പോൾ തണലായി നീ തുണയേകുന്നു. പ്രിയരെല്ലാം എന്നെ പിരിയുമ്പോൾ താങ്ങായി നീ കൂടെ നിൽക്കുന്നു. സാന്ത്വനമേകി ചുംബനമേകി എന്നെ നെഞ്ചോടു ചേർക്കുന്നു. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. ഇതാ എൻ്റെ അമ്മ, ഇതാ എൻ്റെ അമ്മ, സദാ എൻ്റെ കൂടെ വാഴുന്നൊരമ്മ. അമലോത്ഭവയാം നാഥേ, അടിയങ്ങൾക്കെന്നും താ
ടോമിൻ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് അമ്മയുടെ ആർദ്രമായ സ്നേഹം പെയ്തിറങ്ങുന്നൊരു അനുഭവം പോലെ ഹൃദയത്തിൽ പകർത്തി ടോമിൻ പാടി. ഈശോ പറഞ്ഞതാ ഇതാ നിൻ്റെ അമ്മ എന്ന്. ആ സ്നേഹവാക്കിനെ നെഞ്ചോട് ചേർത്ത് ഇതാ എൻ്റെ അമ്മ എന്ന് തന്നെ സ്വീകരിച്ച് പാടിയ ഗാനം. ഇപ്പോൾ ടോമിന് എത്ര വയസ്സുണ്ട്? ഇപ്പോൾ 18 വയസ്സ്. എന്തിനാണ് പഠിക്കുന്നത്? ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ. ഡിഗ്രി ഫസ്റ്റ് ഇയർ, 18 വയസ്സ്. ഈ 18 ഇളം പ്രായം ഈ ബാലകൗമാര യൗവന തലത്തിലേക്ക് നീങ്ങി നിൽക്കുന്ന കടന്നു വരുന്ന ഈ അവസരത്തിൽ പരിശുദ്ധ അമ്മയെ നിഷ്കളങ്കമായി സ്നേഹത്തോടെ അമ്മയെ കൂട്ടുപിടിക്കുന്ന ഒരു യുവത്വ ജീവിതം പൂർണ്ണമായും അനുഗ്രഹ സമ്പന്നമാകും എന്നതിൽ സംശയമില്ല. പക്ഷേ അമ്മയോട് കൂടി തന്നെ ആയിരിക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്താണ് അമ്മയോട് ഇത്രമാത്രം ഒരു നിർമ്മലമായ ദിവ്യമായ സ്നേഹബന്ധം ഉണ്ടാകാനുള്ള കാരണം? എൻ്റെ ചെറുപ്പത്തിൽ അമ്മ കൊന്നു ചെല്ലുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു എന്തുകൊണ്ടാണ് മാതാവിനോട് പ്രാർത്ഥിക്കുന്നതെന്ന്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോഴാണ് അനുഗ്രഹങ്ങൾ ലഭിക്കുക എന്നാണ് ഞാൻ അന്ന് കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ അമ്മ അന്നേരം പറഞ്ഞു യേശുവിന് അമ്മയെ വളരെ ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് അമ്മ പറയുന്നത് യേശു കേൾക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വെള്ളം വീഞ്ഞാക്കിയ സംഭവം അതൊക്കെ അതിന് ഉദാഹരണമാണ്. അതുപോലെ നമ്മൾ മാതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും മാതാവ് ദൈവത്തോട് പറഞ്ഞ് നടത്തിത്തരും. ഈശോ എന്ന ദിവ്യമായ അനുഗ്രഹ സ്രോതസ്സിലേക്ക് തീർച്ചയായും ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവ അനുഗ്രഹം തരിക തന്നെ ചെയ്യും. അപ്പോഴും ആ പവിത്രമായ പരിശുദ്ധ പരിപൂർണമായ ആ ഇടത്തിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുന്ന കൈപിടിക്കുന്ന ഒരു ദിവ്യ സ്നേഹ വഴിയാണ് അമ്മ. ഈശോ എന്ന ആ സത്യത്തിലേക്ക്, ഈശോ എന്ന കൃപയുടെ നിറവിലേക്ക്, ദിവ്യാനുഗ്രഹത്തിൻ്റെ നിറവിലേക്ക് നമ്മളെ ചേർത്ത് നിർത്തുക അമ്മ. നിഷ്കളങ്കമായ തലത്തിൽ ഈ അമ്മയെ നമ്മൾ ചേർന്ന് നിൽക്കുമ്പോൾ, അപ്പോൾ നമ്മുടെ അമ്മച്ചിമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചു തരുന്ന ജപമാല പ്രാർത്ഥനകൾ, അതിനുവേണ്ടി നമ്മളെ ഈ അമ്മ എന്ന ആ സ്നേഹത്തിലേക്ക് നമ്മളെ ഒരുക്കുന്ന ആ വഴിയിലേക്കൊക്കെ അനുസരണത്തോടെ ചേർന്ന് നിൽക്കുമ്പോഴാണ് അത് അനുഗ്രഹമായി മാറുക. തീർച്ചയായും ടോമിന് അത് അനുഭവം ഉണ്ടെന്ന് എനിക്കറിയാം. ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് കുഞ്ഞനുഭവം ഒന്ന് പങ്കുവയ്ക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും ഉണ്ട്. എക്സാമിനൊക്കെ പോകുമ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ പലതും എക്സാം ഹാളിൽ വെച്ച് മറന്നു പോകും. ചിലപ്പോൾ പൂർണ്ണമായിട്ട് എഴുതാൻ കഴിയില്ല. അങ്ങനെയുള്ള പല കുഴപ്പങ്ങളും ഉണ്ടാവാറുണ്ട്. ഞാൻ SSLC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മയുടെ അമ്മ വല്യമ്മ വീട്ടിൽ വന്നു. അപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മ എന്നോട് പറഞ്ഞതാണ്, എക്സാം ഹാളിൽ ചെന്ന് എത്രയും തീയുള്ള മാതാവെ പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് എക്സാം എഴുതിയാൽ മതി എന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ SSLC എക്സാം മുഴുവൻ അങ്ങനെ വല്യമ്മ പറഞ്ഞതുപോലെ കേട്ടെഴുതി. പഠിച്ചതൊന്നും ഞാൻ മറന്നുപോയില്ല. എല്ലാം നന്നായിട്ട് എഴുതാൻ കഴിഞ്ഞു. SSLCയിൽ നല്ലപോലെ മാർക്ക് വാങ്ങിക്കാനും കഴിഞ്ഞു. പിന്നീട് അങ്ങോട്ട് എല്ലാ എക്സാമിനും ഞാൻ എൻ്റെ വല്യമ്മ പറഞ്ഞ പോലെ ചെയ്യുന്നത് കൊണ്ട് ഇതുവരെ ഞാൻ പഠിച്ച കാര്യങ്ങൾ മറന്നുപോയി എന്നൊരു വിഷമം എനിക്കുണ്ടായിട്ടില്ല. അത് വലിയൊരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കരുതുന്നത്. ശ്രദ്ധേയമായൊരു കാര്യം ടോമിൻ നമ്മളോട് പറയുകയായിരുന്നു. പഠിക്കാതെ പ്രാർത്ഥിച്ചെഴുതുന്നില്ലല്ല, പഠിച്ച കാര്യം മറന്നു പോകാതിരിക്കുവാൻ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ സൽബുദ്ധിയുടെ മാതാവായ വിവേക ഐശ്വര്യമുള്ള കന്യകയായ ഈ അമ്മ കൂടെ നിന്നു എന്നാണ് ആ മോൻ പറഞ്ഞത്. ആ മോന് കിട്ടിയ ചിന്ത എവിടെ നിന്നാ? വല്യമ്മച്ചി പഠിപ്പിച്ചു. പഴയ കാലങ്ങളിലെ വല്യമ്മച്ചിമാരുടെ ആ പ്രാർത്ഥനാ അനുഭവ പാഠങ്ങൾ കുഞ്ഞുമക്കൾക്ക് പച്ച പിടിച്ച അനുഭവമായിരുന്നു. ഇന്നിപ്പോൾ ഈ കാലഘട്ടത്തിൻ്റെ തിരക്കിൽ നമുക്കറിയാം, മമ്മിമാർക്കൊക്കെ വലിയ വ്യഗ്രതയും തിരക്കും. അതിനിടയിൽ ഈ ജപമാല പ്രാർത്ഥനയോ അല്ലെങ്കിൽ അതിനെ അമ്മയുടെ മാധ്യസ്ഥം തേടുന്ന തലങ്ങളൊന്നുപരിയായി ഇപ്പോൾ ലോകത്തിൻ്റെ ഈ ബുദ്ധിയുടെ തലങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത് കൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ചിന്തിക്കേണ്ടതില്ലേ? തിരിച്ചറിയേണ്ടതില്ലേ? മക്കൾ പലപ്പോഴും കൂമ്പടഞ്ഞു പോകുന്ന ഒരനുഭവത്തിലേക്ക് നീങ്ങുന്ന കാഴ്ചകൾ ഇന്ന് സാധാരണമാണ്. നമുക്ക് തിരിച്ചു വരാം. ഈശോയെയും പരിശുദ്ധ അമ്മ പഠിപ്പിച്ചു. ആ മോനും എക്സാം ഉണ്ടായിരുന്നു, മരുഭൂമിയിലെ പരീക്ഷ.
3 ക്വസ്റ്റ്യൻ, 3നും ഫുൾ മാർക്ക് വാങ്ങി വിജയിക്കുവാൻ ഈശോയ്ക്കായി മരുഭൂമിയിൽ. നമ്മുടെ കുഞ്ഞുമക്കളുടെ സാധാരണ എക്സാം, അവിടെയും ഈ അമ്മയെ കൂട്ടുപിടിക്കുമ്പോൾ ജീവിത യാഥാർത്ഥ്യ പരീക്ഷകളുടെ മുൻപിൽ ശക്തിയും ബലവും കെടാതെ നിൽക്കുവാൻ പരിശുദ്ധ അമ്മ എന്നും മാധ്യസ്ഥമാണ്, മാധ്യസ്ഥ ശക്തിയാണ്. ധീരമായി മുന്നേറുവാൻ അമ്മ നിത്യസഹായമാണ്. നമുക്ക് അടുത്ത ഗാനത്തിലേക്ക് പ്രവേശിക്കാം. സാന്നിധ്യം ഞാൻ തേടുന്നു എൻ്റെ ഹൃദയത്തിൽ. നീയല്ലോ എൻ്റെ ആശ്വാസം, എൻ്റെ ആനന്ദം, എന്നും നീ മാത്രം. മാതാവേ, നിന്റെ സാന്നിധ്യം ഞാൻ തേടുന്നു എൻ്റെ ഹൃദയത്തിൽ. നിന്നോടു ചേരാൻ, നിൻ സ്നേഹം നുകരാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നു നാഥേ. എൻ്റെ മനവും കൊതിക്കുന്നു അമ്മേ. മാതാവേ, നിന്റെ സാന്നിധ്യം ഞാൻ തേടുന്നു എൻ്റെ ഹൃദയത്തിൽ. നീയല്ലോ എൻ്റെ ആശ്വാസം, എൻ്റെ ആനന്ദം, എന്നും നീ മാത്രം. ഒരു നാളും പിരിയാതിൻ്റെ കൂടെ വസിക്കണം നീ. ഒരിക്കലും മറക്കാതെന്നെ കരതാരിൽ കരുതേണം നീ. ഒരു നാളും പിരിയാതിൻ്റെ കൂടെ വസിക്കണം നീ. ഒരിക്കലും മറക്കാതെന്നെ കരതാരിൽ കരുതേണം നീ. നിന്നെ വണങ്ങാൻ, നിൻ സ്വന്തമാകാൻ, നിന്നോടു ചേരാൻ, നിൻ സ്നേഹം നുകരാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നു നാഥേ. എൻ്റെ മനവും കൊതിക്കുന്നു അമ്മേ. മാതാവേ, നിന്റെ സാന്നിധ്യം ഞാൻ തേടുന്നു എൻ്റെ ഹൃദയത്തിൽ. നീയല്ലോ എൻ്റെ ആശ്വാസം, എൻ്റെ ആനന്ദം, എന്നും നീ മാത്രം.
പാപങ്ങളിൽ വീഴാതെ നടത്തേണം നീ. ഈ ലോകവീഥികളിൽ ഇടരാതെ നയിക്കണം നീ. മാരകമാം പാപങ്ങളിൽ വീഴാതെ നടത്തേണം നീ. നിന്നെ വണങ്ങാൻ, നിൻ സ്വന്തമാകാൻ, നിന്നോടു ചേരാൻ, നിൻ സ്നേഹം നുകരാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നു നാഥേ. എൻ്റെ മനവും കൊതിക്കുന്നു അമ്മേ. മാതാവേ, നിന്റെ സാന്നിധ്യം ഞാൻ തേടുന്നു. എൻ്റെ ഹൃദയത്തിൽ നീയല്ലോ എൻ്റെ ആശ്വാസം, എൻ്റെ ആനന്ദം എന്നും നീ മാത്രം. നിന്നെ വണങ്ങാൻ, നിൻ സ്വന്തമാകാൻ, നിന്നോടു ചേരാൻ, നിൻ സ്നേഹം നുകരാൻ എൻ്റെ ഹൃദയം തുടിക്കുന്നു നാഥേ. എൻ്റെ മനവും കൊതിക്കുന്നു അമ്മേ. മാതാവേ, നിന്റെ സാന്നിധ്യം ഞാൻ തേടുന്നു. എൻ്റെ ഹൃദയത്തിൽ നീയല്ലോ എൻ്റെ ആശ്വാസം, എൻ്റെ ആനന്ദം എന്നും നീ മാത്രം. മാതാവേ, നിന്നെ ഞാൻ തേടുന്നു. നീ എൻ്റെ ആശ്വാസമാണല്ലോ. അതെ, ഈ ഗാനത്തിൻ്റെ ഉൾപ്പൊരുളുകൾ നമ്മുടെ ഹൃദയത്തിലും ഏറ്റുവാങ്ങാം. അമ്മ എന്നും കൂടെ നിൽക്കട്ടെ. യേശുവെന്ന രക്ഷാ ബോധ്യത്തിലേക്ക്, യേശുവെന്ന രക്ഷകനിലേക്ക് അമ്മ നമ്മളെ ചേർത്ത് നിർത്തട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, നല്ല മാതാവേ, നിഷ്കളങ്കമായി ഒരു മകനെന്ന നിലയിൽ, മകളെന്ന നിലയിൽ അമ്മയെ സ്നേഹിക്കുവാൻ, ഹൃദയപൂർവ്വം സ്നേഹിക്കുവാൻ, അമ്മ വഴി നിത്യരക്ഷയിലേക്ക്, യേശുവിലേക്ക് എത്തിച്ചേരുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ആമേൻ. ജീവന്റെ മൊഴികൾ ശ്രവിച്ചൊരമ്മ കഥനം